തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലാതല വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. വായനയുടെ പ്രാധാന്യവും പുസ്തക സംസ്കാരത്തിന്റെ മൂല്യവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ PS റഫീഖ് ഉദ്ഘാടനം നടത്തി. സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് ഏതാണ്ട് 4.5 വയസ്സിലൊക്കെ ഒന്നാം ക്ലാസ്സിൽ നേരിട്ടാണ് ചേർത്തിട്ടുണ്ട്. ഞാൻ വായിക്കാൻ പഠിച്ചു, മലയാളം വായിക്കാൻ പഠിച്ചു. ടീച്ചർ പ്രത്യേകിച്ച് മലയാളം എടുക്കുമ്പോൾ ഒരു പദ്യം എടുത്താൽ അത് വായിപ്പിക്കും, ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കും, കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുമല്ലോ സാധാരണ ടീച്ചേഴ്സ്. അപ്പം ഞാൻ വായിക്കല്ല, ഞാൻ അത് എഴുന്നേറ്റ് നിന്ന് കാണാപ്പാടം ചൊല്ലുകയായിരുന്നു പതിവ്. വായന തുടങ്ങുന്നത് അങ്ങനെയാണ്, സാധാരണ പോലെ തന്നെ, വളരെ സാധാരണ പോലെ തന്നെ. പിന്നെ സ്വാഭാവികമായിട്ടാണ് കുറച്ചുകൂടി ഒന്ന് പരിണമിച്ച് പ്രസിദ്ധീകരണങ്ങളിലേക്ക് കടന്നു. ഇന്ന് അത്തരം പ്രസിദ്ധീകരണങ്ങൾ കുറവാണ്, നമ്മുടെ ഇവിടെയൊക്കെ കുറവാണ്. അതിന് പകരം സീരിയലുകളുണ്ട്. അതേ കഥകളൊക്കെ തന്നെ വെച്ചുകൊണ്ടുള്ള സീരിയലുകളുണ്ട്. കുട്ടികളൊന്നും അത് കാണുന്നില്ല എന്നുള്ളത് വളരെ നല്ലതാണ്. ഞാനൊക്കെ ഇത് വായിച്ചിട്ടുണ്ട്. മംഗളത്തിലെയും മനോരമയിലേക്ക് നോവലുകൾ വായിച്ച് അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ തലത്തിലൊക്കെ എത്തുമ്പോഴാണ് സത്യത്തിൽ വായനയ്ക്കൊരു ഗൗരവം ഉണ്ടാകും. സ്വാഭാവികമായിട്ട് എല്ലാ വായനക്കാരും തുടങ്ങുന്ന ഒരു എഴുത്തുകാരനുണ്ട്, അത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ലോകത്തിൻ്റെ എഴുത്തുകാരനാണ്. അതേപോലെ തന്നെ ഏറ്റവും ചെറിയ ആളുകളുടെയും എഴുത്തുകാരനാണ്. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന മുഴക്കം ഇപ്പോഴും മലയാളത്തിലും. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി M രാജേഷ് അധ്യക്ഷത വഹിച്ചു. ബാലസാഹിത്യകാരൻ SM ജീവൻ വായനാദിന സന്ദേശം നൽകി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം PN ദേവി പ്രസാദ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ്, സെക്രട്ടറി NS ജയൻ, പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂൾ പ്രധാന അധ്യാപിക EK ഖദീജ B, PTA പ്രസിഡന്റ് ER ജോഷി, പെരിഞ്ഞനം പഞ്ചായത്ത് സമിതി കൺവീനർ P രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ PN പണിക്കരുടെ ചരമദിനാണ്. സംസ്ഥാന ഗവൺമെൻറ്റും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലും വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസ് വകുപ്പും ഒക്കെ കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുകയാണ്. ശ്രീ PN പണിക്കരെ സംബന്ധിച്ച് പറയുമ്പോൾ 1945 അമ്പലപ്പുഴയിൽ 47 വായനശാലകളുടെ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ടാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ തുടക്കം എന്ന് നമ്മൾ കരുതുന്നത് 1945. പക്ഷെ അതിനു മുമ്പും കേരളത്തിൽ വായനശാല പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വായനശാലകളുടെ രൂപീകരണം നടന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ 45 PN പണിക്കരുടെ നേതൃത്വത്തിൽ 47 വായനശാലകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു സമ്മേളനത്തെ തുടർന്നാണ് ഗ്രന്ഥശാല സംഘം എന്നുള്ള നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇടതടവില്ലാതെ കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിതിനെ